അന്താരാഷ്ട്ര മേഖലകളിലേക്ക് നോക്കുമ്പോൾ എവിടെയും പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആശങ്കപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണുള്ളത്. പലപ്പോഴും യുദ്ധം ഒന്നും ഉണ്ടാകില്ല എന്നൊക്കെ പ്രതീക്ഷ നമ്മൾ വെക്കുമെങ്കിലും ആശങ്കപ്പെടുന്ന വാർത്തകൾ തന്നെയാണ് കടന്നു വരുന്നത്. ഇതിനിടയിലാണ് ഇസ്രായേലിൽ നിന്നും മറ്റൊരു വാർത്ത വരുന്നത്. ഇസ്രായേലിൽ ശക്തമായ രീതിയിലുള്ള ചില അലാംസ് ഒക്കെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്നത്. നമുക്ക് ഇസ്രായേലിലേക്കും കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ ഒരുങ്ങുമ്പോൾ സുരക്ഷ കർശനമാക്കി ഇസ്രായേൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മുന്നറിയിപ്പുകളാണ് ഇസ്രായേലിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അലർട്ട് അടക്കമുള്ള നിർദ്ദേശങ്ങളും ഇസ്രായേലിലെ ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. അമേരിക്ക ഇറാനെ ആക്രമിക്കുകയും അമേരിക്കയ്ക്ക് ഇസ്രായേൽ സഹായം നൽകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഇസ്രായേലിനെതിരെ ഉണ്ടായേക്കാവുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനായാണ് മുൻകരുതലുകളൊക്കെ നിർദ്ദേശങ്ങളും നൽകിയിരിക്കുന്നത്. ഇസ്രായേലിലെ ഇന്ത്യൻ വനിതയായ സിനി ജോസഫ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമ്മളോട് ഇസ്രായേലിലെ പല കാര്യങ്ങളും പലപ്പോഴും ആശയ വിനിമയം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് സിനി ജോസഫ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് റോജി. ഓക്കെ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇസ്രായേലിലെ ജനതയ്ക്ക് ശക്തമായ രീതിയിലുള്ള മുന്നറിയിപ്പുകളും അലാം അടക്കമുള്ള ക്രമീകരണങ്ങളും നൽകുന്നുണ്ട് എന്നറിയാൻ സാധിച്ചു. എന്തൊക്കെയാണ് ഇസ്രായേലിൽ നിന്ന് ഞങ്ങൾക്ക് തരാൻ കഴിയുന്ന വിവരങ്ങൾ? കഴിഞ്ഞ ഒരാഴ്ചകളായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ന്യൂസുകൾ വരുന്നുണ്ട്. എപ്പോ വേണമെങ്കിലും ഒരു യുദ്ധം വരാതിരിക്കാം. പക്ഷെ ഇന്നലെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ജസ്റ്റ് ഒരു ന്യൂസ് ഇങ്ങനെ ഞങ്ങൾക്ക് വരുന്നുണ്ടായിരുന്നു. ടിവിയിലൂടെയും അതിലൂടെ ഫേസ്ബുക്കിലൂടെയും ഓരോ ഹോം കമാൻഡ് അതിലൂടെയും അലർട്ട് വരുന്നുണ്ട്. ഏത് സമയത്ത് വേണമെങ്കിലും ഒരു യുദ്ധ പ്രതിസന്ധിയിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഫോണിലൊക്കെ ഇപ്പൊ എല്ലാവരും ആപ്ലിക്കേഷൻ ഹോം ഫ്രണ്ട് കമാൻഡും റെഡ് അലേർട്ടും ഒക്കെ എല്ലാവരും അൺഇൻസ്റ്റാൾ ഓൾറെഡി ചെയ്ത് കളഞ്ഞിട്ടുണ്ടായി. കാരണം ഇവിടെ യുദ്ധമൊന്നും ഇല്ലാത്തപ്പോ നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് ഒന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് അത് കളഞ്ഞ ഒരു സമയത്ത് ഞങ്ങൾക്ക് വീണ്ടും ഇന്നലെ ഒരു അലേർട്ട് ഇങ്ങനെ വന്നു. എല്ലാവരും ആപ്ലിക്കേഷൻസ് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യണം. അതിൽ അലേർട്ട് ആക്കി അവരൊരു ഏരിയ തിരഞ്ഞെടുക്കണം. പിന്നെ പബ്ലിക് ഷെൽട്ടേഴ്സ് എല്ലാം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചെറിയ രീതിയിലുള്ള ഹാൻഡ് ബുക്സുകൾ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലുള്ള ഒരു ഹൈ അലേർട്ട് ഇന്നലെ വൈകുന്നേരം തൊട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഈ അലേർട്ടുകൾ ലഭിക്കുന്ന സമയത്തും നിങ്ങൾക്ക് അവിടെ ജീവിതം എങ്ങനെയാണ്? പുറത്തേക്കൊക്കെ ഇറങ്ങാനുള്ള സൗകര്യങ്ങളുണ്ടോ? അല്ല മിലിറ്ററിയോ മറ്റുള്ള ഉദ്യോഗസ്ഥരോ നിങ്ങളെ തടയുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഇസ്രായേലി ജനതയ്ക്കുണ്ടോ? അല്ല ഈ അലേർട്ട് മാത്രമേ ഇപ്പോൾ ഉള്ളൂ? അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല റോജി ഇവിടെ. കാരണം മാധ്യമങ്ങൾ പറയുന്ന രീതിയിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഞങ്ങൾക്ക് ഇവിടെ യുദ്ധം വരാൻ പോകുന്നുണ്ടെന്നോ, ജസ്റ്റ് നമുക്ക് ന്യൂസ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ വൈകുന്നേരം ടെലിവിഷൻ നോക്കുന്ന ആൾക്കാർക്ക് നമുക്ക് അപ്ഡേറ്റ് കിട്ടുന്നതെന്ന് അല്ലാണ്ട് നമുക്കങ്ങനെ യുദ്ധത്തിനായ ഒരു പ്രതിസന്ധികളോ ഒരു പ്രശ്നങ്ങളോ ഒരു തടയലോ അങ്ങനത്തെ ഒരു ചെക്കിങ്ങോ ഒന്നും ഇവിടെ ഇല്ല. ആസ് യൂഷ്വൽ എല്ലാ കാര്യങ്ങളും. പിന്നെ നമുക്ക് പല പ്രാവശ്യം എല്ലാവർക്കും യുദ്ധം വന്ന് പരിചയം ഉള്ളത് കൊണ്ടും ഇല്ലാതെ പുതിയതായിട്ട് വന്ന കുട്ടികൾക്ക് ജസ്റ്റ് ഞങ്ങൾ തന്നെ ഫ്രണ്ട്സ് തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയായിട്ടും അവയർനെസ് കൊടുക്കുന്നുണ്ട്. എന്തു തന്നെയായാലും 10 മിനിറ്റ് മുൻപേ നമുക്കിവിടെ അലാം കിട്ടും. അങ്ങനെ കിട്ടുന്ന സമയത്ത് നമുക്കൊരു സമയമുണ്ട്, ഇനഫ് ടൈം ഉണ്ട്. നമുക്ക് നമ്മളെ തന്നെ നമ്മൾ സേഫ് ആക്കാനും നമ്മൾ നോക്കുന്ന രോഗിയെ സേഫ് ആക്കാനും ഇനഫ് ടൈം നമുക്ക് തരുന്നുണ്ട്. നമ്മുടെ ഫാമിലിയും അതിനനുസരിച്ച് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും ഇതുവരെ നോർമലാണ്, ഒരു കുഴപ്പമില്ല. ഇവിടെ ആരും അങ്ങനെ ഒരു ടെൻഷനിലൂടെ ആരും കടന്നു പോകുന്നില്ല. കാരണം എന്ന് വെച്ചാൽ കേരളത്തിൽ നിന്ന് നിരവധി ആളുകളാണ് ഇസ്രായേലിലുള്ളത്. അപ്പൊ അവിടെ നിന്ന് കിട്ടുന്ന വാർത്തകൾ എന്താണ് എങ്ങനെയാണെന്നൊന്നും ഒന്നും അറിയില്ല. അപ്പൊ എന്താണ് ഇതിന്റെ സത്യം, എന്റെ നിജസ്ഥിതി എന്താണ് എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഷോയിലേക്ക് തന്നെ സിനി ചേച്ചിയെ കൊണ്ടുവന്നത്. ഇതുവരെ അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഇവിടെ ഇല്ല റോജി ഞങ്ങളെ സംബന്ധിച്ച്. കാരണം ഞങ്ങൾ മലയാളി കെയർ ഗിവേഴ്സ് ആയാലും ഇന്ത്യൻ കെയർ ഗിവേഴ്സ് ആയാലും അത്യാവശ്യം വാട്സപ്പ് ഗ്രൂപ്പുകളും എല്ലാം ഞങ്ങൾ വാച്ച് ചെയ്യുന്നതും ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതും ആളുകളാണ്. മിക്കവാറും ഏകദേശം ഒരു 75% ആളുകളും. ബാക്കിയുള്ള ആൾക്കാർക്ക് അവരുടെ ഫാമിലി തന്നെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ തന്നെ ടെലിവിഷനിൽ എല്ലാവരും ഇപ്പം കേരളത്തിലെ മാധ്യമങ്ങളിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് അപ്ഡേറ്റ് കിട്ടുന്നതുകൊണ്ട് ഇവിടെ ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഈ സമയം വരെ ഞങ്ങൾ ആസ് യൂഷ്വലാണ് എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ നടക്കുന്നു. എന്ത് പ്രതിസന്ധി വന്നാലും 10 മിനിറ്റ്സ് ബിഫോർ ഞങ്ങൾക്ക് അലേർട്ട് കിട്ടും, ഇൻഫർമേഷൻ കിട്ടും. ഇവിടെ ആ ഒരു എമർജൻസി ആ സിറ്റുവേഷൻ ഇന്നലെ ഒരു അലേർട്ട് ആക്കിയിട്ടുണ്ട്. പിന്നെ അറിയാലോ എല്ലാം ഡിപ്ലോയ് ചെയ്യുകയോ എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മുടെ അയൺ ഡോമും ഡേവിഡ് സ്ലിങ്ങും എല്ലാം ഡിപ്ലോയ് ചെയ്യുകയും എല്ലാം അലേർട്ട് ആക്കിയിട്ടുണ്ട്. ഹയർസ് റീച്ചിലോട്ടാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് ഇതുവരെ ഞങ്ങൾ എല്ലാവരും സേഫാണ്. ഞങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അത് പറയുന്ന പോലെ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല.
ഓക്കെ, അതിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തുടരട്ടെ, അത് തന്നെയാണ് ഞങ്ങളുടെയും ആവശ്യം. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തുടരട്ടെ, അത് തന്നെ കേൾക്കാനാണ് ഞങ്ങൾക്കും ആഗ്രഹം. അപ്പോൾ സമാധാനത്തോടെ മുന്നോട്ട് പോകട്ടെ എന്ന പ്രാർത്ഥനകളുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ, അഥവാ ഉണ്ടെങ്കിൽ ഞങ്ങൾ കണക്ട് ചെയ്യുന്നതാണ് കേട്ടോ. തീർച്ചയായും. താങ്ക് യു. ഓക്കെ, വളരെയേറെ തന്നെ താങ്ക് യു.